നമസ്തേ. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും നവോത്ഥാന ദശയിലെ മഹാകവികളിൽ ഒരാളായ കുമാരനാശാൻ തന്റെ ദുരവസ്ഥ പ്രസിദ്ധീകരിച്ചത് 1922 സെപ്റ്റംബർ 7-നാണ്. ദൈവത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർക്കും ഭൂവുടമകൾക്കും ഹിന്ദുക്കൾക്കുമെതിരെ മലബാർ മേഖലയിലെ അക്രമികളായ മുസ്ലിങ്ങൾ നടത്തിയ മാപ്പിള ലഹളയോടുള്ള ആദ്യത്തെ സർഗാത്മക പ്രതികരണമായിരുന്നു ഇത്. തുടർന്ന് മുസ്ലിം സമുദായത്തിലെ മൗലവിമാരും മതനേതാക്കളും കുമാരനാശാനെ നിശിതമായി വിമർശിച്ചു. ഇസ്ലാമിന്റെ മതപഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന സദാചാരബോധവും ആത്മീയതയും ആചരിക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളെ അവഗണിച്ച് മതത്തിന്റെ മഹത്വം ഒന്നും അറിയാത്ത അജ്ഞരായ ഏതാനും വ്യക്തികൾ നടത്തിയ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളുടെ പേരിൽ അദ്ദേഹം മഹത്തായ ഒരു മതത്തിനെതിരെ അപകീർത്തികരവും അപമാനകരവുമായ പരാമർശങ്ങൾ എഴുതിയെന്ന് വിമർശകർ ആക്ഷേപം ഉന്നയിച്ചു. മതാചരണത്തിലെ വ്യതിചലനങ്ങളെ സാമാന്യവൽക്കരണത്തിന്റെ അടിസ്ഥാനമായി പരിഗണിക്കാൻ കഴിയില്ല എന്നും വസ്തുതകൾ കണക്കിലെടുക്കാതെയാണ് കുമാരനാശാനെ പോലെ ഉന്നത നിലവാരത്തിലുള്ള ഒരു കവി മതത്തിന്റെ മേൽ കടുത്ത വിമർശനങ്ങൾ നടത്തിയതെന്നും അവർ വാദിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് കവി മാപ്പ് പറയുകയോ കവിതയിൽ നിന്ന് അപമാനകരമെന്ന് ആരോപിക്കപ്പെട്ട വരികൾ നീക്കം ചെയ്യുകയോ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ചെയ്യാൻ കുമാരനാശാൻ വിസമ്മതിച്ചു. 1921 മാപ്പിള ലഹള, അതുമാത്രമല്ല മലബാർ മേഖലയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ, ടിപ്പു സുൽത്താന്റെ മലബാർ ആക്രമണവും തുടർന്ന് ഹിന്ദുക്കളെ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ അയാൾ നടത്തിയ കഠിന പരിശ്രമങ്ങളും ഹിന്ദുക്കളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുകയും അത് ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളിൽ കലാശിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടങ്ങളിലും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ നടന്ന സംഘർഷ പരമ്പരകളിൽ ഏറ്റവും ഒടുവിലത്തേതു മാത്രമാണ് 1921 മാപ്പിള ലഹള. മുഴുവൻ ലോകത്തെയും ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഖലീഫയുടെയും ലോകം മുഴുവനുള്ള മുസ്ലിം നേതാക്കളുടെയും സ്വപ്നത്തെ ഒന്നാം ലോക മഹായുദ്ധം ഛിന്ന ഭിന്നമാക്കി. 1921 മലബാർ കലാപാനന്തരം കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഹിന്ദു വംശഹത്യ പുറത്തു കൊണ്ടുവന്നതിൽ നിർണായക പങ്കുവഹിച്ചവരാണ് ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ കുമാരനാശാനും. കലാപാനന്തരം മലബാറിൽ നടന്ന ഹിന്ദു കൂട്ടക്കുരുതിക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്ന് ഗുരുദേവന് മുൻപിൽ നിരവധി പേർ ആവശ്യവുമായി വന്നു. ഗുരുദേവൻ ഇതേ തുടർന്ന് അന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാനോട് മലബാറിലെ സ്ഥിതിഗതികൾ നേരിട്ട് പോയി മനസ്സിലാക്കാൻ പറഞ്ഞു. ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം മലബാറിലേക്ക് പോയി കലാപത്തിനിരയായവരുടെ വീടുകൾ അവർ സന്ദർശിച്ചു. ഞെട്ടിപ്പിക്കുന്ന ഹിന്ദു വംശഹത്യയുടെ ക്രൂരമായതും നിഷ്ഠൂരമായതുമായ കൊലപാതകങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ കുമാരനാശാൻ വിങ്ങുന്ന ഹൃദയവുമായി ശ്രീനാരായണ ഗുരുവിനെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചു. ഞെട്ടിപ്പിക്കുന്ന ഈ ക്രൂരതയുടെ വിവരങ്ങൾ അറിഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ ഇക്കാര്യങ്ങൾ ലോകം മുഴുവൻ അറിയിക്കണമെന്ന് കുമാരനാശാനോട് ആവശ്യപ്പെട്ടു. ഈ സംഭവങ്ങൾ വിവരിക്കുന്ന ഒരു കവിത എഴുതാൻ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ കുമാരനാശാനോട് പറഞ്ഞു. ഗുരുദേവനിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് കലാപത്തിനിരയായവരിൽ നിന്ന് അറിഞ്ഞ സംഭവങ്ങൾ ഒരു നേർസാക്ഷ്യം പോലെയാണ് കുമാരനാശാൻ അന്ന് എഴുതിയത്. ഈ കവിതയാണ് ദുരവസ്ഥ. മലബാർ കലാപത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ വിലങ്ങുതടിയായുള്ള വലിയ പ്രതിബദ്ധമാണ് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിത. ദുരവസ്ഥ എന്ന കവിതയിലെ ഏറ്റവും വിവാദമായ വരികൾ, കുറച്ച് വരികൾ ഇനി ഞാൻ പറയുന്നതാണ്. ക്രൂരമഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നെഴും ഏറനാട്ടിൽ എന്ന വരികൾ പിൻവലിക്കണം എന്ന് നിരവധി മുസ്ലിം മതനേതാക്കൾ കുമാരനാശാനോട് അന്ന് ആവശ്യപ്പെട്ടു. ഇതിന് കുമാരനാശാൻ പറഞ്ഞ മറുപടി വളരെ പ്രസിദ്ധമാണ്. ഞാൻ ഉത്തമ ബോധ്യത്തിൽ എഴുതിയ വരികൾ എനിക്ക് പിൻവലിക്കാനാവില്ല എന്ന ധീരമായ മറുപടി. ദുരവസ്ഥ കവിത കേട്ടതിനു ശേഷം ശ്രീനാരായണ ഗുരു ഈ ദാരുണമായ സംഭവങ്ങൾ കേരള സമൂഹത്തിൽ എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി 10-ൽ പരം പാണന്മാരെ ദുരവസ്ഥ എന്ന കവിത അവർ പഠിപ്പിച്ചു. പാണന്മാർ ഈ കവിത ഗ്രാമങ്ങൾ തോറും പാടി നടന്നു. നിരവധി പ്രാവശ്യം പാണന്മാർക്ക് നേരെ മുസ്ലിം ആക്രമണം ഉണ്ടായി. കുമാരനാശാന് നേരെയും നിരവധി പ്രാവശ്യം വധശ്രമം വരെ ഉണ്ടായി. അതേ തുടർന്ന് തിരുവിതാംകൂർ മഹാരാജാവിനെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചു. കുമാരനാശാന്റെ ജീവനുള്ള ഭീഷണി മൂലം തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിന് 10 സായുധ പടയാളികളെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം കുമാരനാശാൻ ഇനി സുരക്ഷ വേണ്ട എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മഹാരാജാവ് ആ സുരക്ഷ പിൻവലിച്ചു. പിന്നീട്
കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ചത് വളരെ ദുരൂഹം തന്നെയായി ഇപ്പോഴും തുടരുകയാണ്. മലബാറിലെ മാപ്പിള ലഹളക്കാലത്ത് ഹിന്ദുക്കൾക്കെതിരെ അക്രമികളായ ഒരു വിഭാഗം മുസ്ലിങ്ങൾ ദൈവത്തിന്റെ പേരിൽ നടത്തിയ വിശുദ്ധ യുദ്ധമായ ജിഹാദിന്റെ ക്രൂരതകളെ വെള്ളപൂശാനുള്ള ആസൂത്രിത ശ്രമം ഒരു വിഭാഗം മുസ്ലിങ്ങൾ നടത്തിവരുന്നുണ്ട്. മതപരമായ ചുമതല എന്ന നിലയിൽ മറ്റുള്ളവരെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഇന്നും ഇസ്ലാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അമുസ്ലിമിനെ ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റുന്ന മുസ്ലിമിന് മരണത്തിനു ശേഷം സ്വർഗത്തിൽ ഒരു പ്രധാന സ്ഥാനം ഉറപ്പാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. മദ്രസ വിദ്യാഭ്യാസത്തിന്റെ മറ്റു മതക്കാരെ കാഫിറുകളായും അവരെ മതം മാറ്റുകയോ കൊല്ലുകയോ ചെയ്യുന്നത് സ്വർഗത്തിലെത്താനുള്ള എളുപ്പ വഴിയായും പഠിപ്പിക്കുന്നതിനാൽ ഖുർആൻ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലും വിദ്വേഷത്തിന്റെ വിത്താണ് അവർ പാകുന്നത്. ജനാധിപത്യത്തിന്റെയും മാനവികതയുടെയും അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന നിർദ്ദയമായ ഒരു സമീപനമാണ് ഇത്. മിക്ക ആധുനിക കവികളിൽ നിന്നും ഇന്നത്തെ കാലത്ത് ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്നവരിൽ നിന്നും വ്യത്യസ്തമായി കുമാരനാശാൻ തന്റെ ബൗദ്ധികവും സൗന്ദര്യാത്മകവുമായ സമീപങ്ങളിൽ സത്യസന്ധനായിരുന്നു.